ഹായ് ഓൾ, ആൻഡ് ജോസഫ്. ഒരു കോടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എളുപ്പത്തിൽ 1 കോടി രൂപയുടെ സമ്പാദ്യം നേടാൻ എങ്ങനെ മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു സമ്പാദ്യം വളർത്തുന്നതിന് നമുക്ക് ബുദ്ധിപരവും അതോടൊപ്പം തന്നെ സ്ഥിരതമാർന്ന നിക്ഷേപം നമുക്ക് ആവശ്യമാണ്. ഇന്ന് നമുക്ക് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മാർഗമാണ് മ്യൂച്വൽ ഫണ്ട് SIP എന്നുള്ളത്. നമുക്കറിയാം, ഇതിൽ ഉപയോഗിക്കുന്ന രണ്ട് ഫാക്ടറുകളാണ്. ഒന്ന് റുപ്പി കോസ്റ്റ് ആവറേജ്, രണ്ട് കോമ്പൗണ്ടിങ് ആണ്. അപ്പം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ റെഗുലർ ആയിട്ട് ഒരു എമൗണ്ട് നമ്മൾ നിക്ഷേപിക്കുന്നതിനെയാണ് മ്യൂച്വൽ ഫണ്ട് SIP എന്ന് പറയുന്നത്. ഇതുമൂലം ഒരു മാർക്കറ്റ്, നമുക്കറിയാം, മാർക്കറ്റുകളിൽ മേളിൽ കൂടുതൽ എന്ന സമയത്ത് NAV കൂടുകയും അതോടൊപ്പം തന്നെ മാർക്കറ്റ് താഴ്ന്ന സാഹചര്യത്തിൽ NAV കുറയുകയും ചെയ്യുന്നു. ഇവിടെ റുപ്പി കോസ്റ്റ് ആവറേജിങ് നമുക്ക്, കാരണം മാർക്കറ്റ് താഴ്ന്നു നിൽക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ NAV, കൂടുതൽ യൂണിറ്റ്സുകൾ നമുക്ക് വാങ്ങുവാൻ സാധിക്കുന്നു. മാർക്കറ്റ് കൂടി നിൽക്കുന്ന സമയത്ത് കുറഞ്ഞ യൂണിറ്റ്സുകൾ വാങ്ങാൻ സാധിക്കും. ഇതുമൂലം റുപ്പി കോസ്റ്റ് ആവറേജ് വരികയും നമ്മുടെ ആദ്യത്തെ കോസ്റ്റിലെയും ആവറേജ് എടുക്കുമ്പോൾ കോസ്റ്റ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. കാരണം മ്യൂച്വൽ ഫണ്ട് SIPയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു സേവിങ് ക്രിയേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്ക് ഗോൾ ബേസ്ഡ് ആയിട്ട് നമ്മുടെ റിട്ടയർമെന്റ് ആകാം, കുട്ടികൾ എഡ്യൂക്കേഷൻ, മാരേജ്, അതിനനുയോജ്യമായിട്ടുള്ള ഫണ്ടുകൾ അല്ലെങ്കിൽ എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കും. ചെറിയൊരു തുകയിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും എന്നല്ല, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേട്ടങ്ങൾ മ്യൂച്വൽ ഫണ്ട് SIP ചെയ്യുന്നത് പോലെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് 1 കോടി രൂപയുടെ നിക്ഷേപം നടത്തുവാൻ പല ഇൻവെസ്റ്റേഴ്സും നമ്മളോട് ചോദിക്കുന്നതാണ്, ഞാൻ എത്ര രൂപ വെച്ച് നിക്ഷേപിക്കണം അല്ലെങ്കിൽ എത്ര നാളത്തേക്ക് നിക്ഷേപിക്കണം എന്നുള്ളത്. നമുക്കൊരു അസംഷൻ നോക്കാം. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു 30,000 രൂപ SIP 12% റിട്ടേൺ വെച്ചിട്ട് നമ്മൾ ഒരു 13 വർഷം നിക്ഷേപിക്കുകയാണെങ്കിൽ 1,13,00,000 രൂപ ആ ഇൻവെസ്റ്റർക്ക് നേടാൻ സാധിക്കും. ഇതിന്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം 46,80,000 രൂപയും റിട്ടേൺ ഏകദേശം, അല്ലെങ്കിൽ സമ്പാദ്യം നമുക്ക് 1,13,00,000 അപ്പൊ അറൗണ്ട് ഒരു 66 ലക്ഷം നമുക്ക് റിട്ടേൺ സർപ്ലസ് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്ര എമൗണ്ട് SIP ചെയ്യാൻ സാധിക്കാത്ത ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് കുറക്കുക, കൂടുതൽ സമയം കൊടുക്കുക എന്നതാണ്. രണ്ടാമതൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈ 30,000 രൂപയിലുള്ള സമയത്ത് നമുക്ക് 20,000 രൂപ നമുക്ക് റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും 12% റിട്ടേൺ അസം ചെയ്യുവാണെങ്കിൽ ഏകദേശം 15 വർഷത്തേക്ക് നമ്മൾ നിക്ഷേപം ആരംഭിക്കുകയാണെങ്കിൽ 1 crore നേടാൻ സാധിക്കും. ഇതുമൂലം ആ ഇൻവെസ്റ്റർ 36 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നേടി 1 കോടി രൂപയുടെ സമ്പാദ്യം നമുക്ക് നേടാം. അപ്പോൾ സർപ്ലസ് എമൗണ്ട് അറൗണ്ട് 64 ലക്ഷം രൂപ നേടാൻ സാധിക്കും. ഇനി മൂന്നാമതൊരു അസംഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരു 10,000 രൂപ വെച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി ടൈം കൊടുക്കുക, 20 വർഷത്തേക്ക് നമ്മൾ നിക്ഷേപിച്ചു പോവുകയാണെങ്കിൽ 12% റിട്ടേൺ സംശയം ചെയ്യുവാണെങ്കിൽ ഈ 1 കോടിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് 24 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റും 1 കോടി രൂപ നമുക്ക് സമ്പാദ്യം നൽകും. അപ്പൊ അറൗണ്ട് 76 ലക്ഷം രൂപയുടെ സർപ്ലസ് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ മതി. കാരണം മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ എത്ര രൂപ അല്ലെങ്കിൽ SIP നമ്മൾ എത്ര രൂപ വെച്ച് നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ എത്ര ആവർത്തി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡൻസ് ചെയ്തിരിക്കും. കാരണം ഇതില് എമൗണ്ട് കൂടുതലോ കുറവോ അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗോൾ നേടുന്നതിന് നമുക്ക് ടൈം കൊടുക്കുന്നത് ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ നമ്മുടെ നിക്ഷേപ തുക ഒരു ഫാക്ടറാണ്. ഇത് നമ്മളുടെ അഭിരുചി അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള എമൗണ്ടോ അല്ലെങ്കിൽ ടൈമോ കൊടുത്ത് ഫണ്ടിലൂടെ നമുക്ക് നിക്ഷേപം നേടുവാനും അതോടൊപ്പം നമ്മുടെ ഗോൾസുകൾ നേടുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു മ്യൂച്വൽ ഫണ്ട് SIP വഴി നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഗോളുകൾ നേടുന്നതിന് അനുയോജ്യമായിട്ട് സാധിക്കട്ടെ എന്ന്